RSS 100 വർഷമായി ഭാരതത്തിൽ സുതാര്യമായി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും ഇനി പുതിയതായി ഒരു രജിസ്ട്രേഷന്റെയും ആവശ്യമില്ല എന്നും ഡോക്ടർ മോഹൻ ഭാഗവത്. കർണാടക സർക്കാരിന്റെ പുതിയ നിർദ്ദേശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. സംഘശതാബ്ദിയോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണത്തിന് ശേഷം സദസ്യരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് കർണാടക സർക്കാരിന്റെ പുതിയ നീക്കങ്ങളിൽ സർസംഘചാലകന്റെ നിലപാട് വ്യക്തമാക്കിയത്. രാജ്യത്ത് എല്ലായിടത്തും 100 വർഷമായി തുറന്ന മൈതാനങ്ങളിലാണ് RSS ശാഖകൾ നടക്കുന്നത്. യാതൊരു രഹസ്യങ്ങളുമില്ല. സംഘത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സമൂഹത്തിന് ബോധ്യമുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണുള്ളത്. ഇവരുടെ മുൻഗാമികളും സംഘത്തിന് മേൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു. അതിനെയെല്ലാം സംഘം അതിജീവിച്ച ചരിത്രമാണുള്ളത്. That Sangha name was implicated in that. Sangha was not there in that. Because we say we organize the Hindu society, that doesn't mean we are anti-Muslim or anti-Christians. Hindus require organizing. That is why we are organizing them. But we are organizing the Hindus who are inclusive, who say Ekam Sat Vipraha Baudha Vadanti. And there never was any fear for religion, of any religion, in our country. See, Jews were persecuted all over the world. The only country that did not do it is Bharat. So, Christians and Muslims have been living together with the Hindu society for last so many centuries. And they are growing. There was never fear. Now, these turbulent incidences that happen, that should not. But for that, we have to prepare this society by educating them. Even if provocation is there, you have to act with restraint. That both sides should say. ചിലയിടങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് നേരെ നടന്ന അക്രമ സംഭവങ്ങളിൽ സംഘത്തിന് പങ്കില്ലെന്ന് മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു. അത്തരം അക്രമങ്ങളെ സംഘം അംഗീകരിക്കുന്നില്ല. മതപരിവർത്തന ശ്രമങ്ങൾ പലയിടത്തും ഇത്തരം സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സ്വയം പ്രേരിതമായി മതം മാറുന്നതിൽ സംഘമെതിരല്ല. ഏതെങ്കിലും മതത്തെ അവഹേളിക്കുന്നതോ ബലമായി മതപരിവർത്തനം നടത്തുന്നതോ തെറ്റാണ്. ചർച്ചകളിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണം. അക്രമം കാണിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനം, തൃശൂർ.